ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ നാഷണൽ പാക്കിൻ്റെ അതിൽ നിന്നൊരു ഷോർട്ട് ടൈം കാർഡ്. നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് ഒരു ഡബിൾ ബൂസ്റ്ററിന് എന്തായാലും അതിൻ്റെ അകത്ത് നിന്ന് സൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ തന്നെ ആ ഒരു ഷോർട്ട് ടൈം നമുക്ക് എന്തായാലും സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ആ ഒരു 10 ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോർട്ട് ടൈം കാർഡ് നമുക്ക് സൈൻ ചെയ്യാനുള്ള ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കൊണ്ട് പറയാനുള്ളത് നമ്മുടെ ലോഗിനായിരുന്നു. നമ്മളൊരു 7 ദിവസം കണ്ടിന്യൂസ്ലി കോൺസിക്യൂട്ടീവായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തു നിന്നുള്ള ഒരു 3 ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ PvP മാച്ചസ് ആയിരുന്നു, അതായത് ഓൺലൈൻ മാച്ചസ്. ആ ഒരു ഓൺലൈൻ മാച്ചിൽ നമ്മളൊരു 3 വിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു കംപ്ലീറ്റ് ആകും. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ AI മാച്ചസ് ആയിരുന്നു. അപ്പോൾ AI മാച്ചസിൻ്റെ അകത്ത് നമുക്കൊരു ടോട്ടൽ 9 വിന്ന് വേണമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം പോയി അതൊന്ന് കംപ്ലീറ്റ് ആക്കുക. അത് കംപ്ലീറ്റ് ആക്കാൻ വേറെ ഈസി ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലപ്പ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ് തീർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച നമുക്ക് എന്തായാലും 9 ഒബ്ജക്റ്റീവായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു 9 ഒബ്ജക്റ്റീവ് നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് 10 എണ്ണം വേണം കംപ്ലീറ്റ് ആക്കാനായിട്ട്. ആ 10 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നാളെ വരുന്ന അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഒബ്ജക്റ്റീവ് കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് ആ ഒരു ഷോർട്ട് ടൈം കാർഡിന് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു എപ്പിക്കിൻ്റെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡേവിഡിലേക്ക് വന്ന ഒരു പാക്കിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു 3 ആഴ്ചയോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ജസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഈ ഒരു ഒബ്ജക്റ്റീവും കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ നാളത്തെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റീവും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം മറക്കാണ്ട് നിങ്ങൾ ചെയ്ത് വെക്കുക, ഒബ്ജക്റ്റീവ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കുക. അപ്പോൾ നാളത്തെ ഒരു ഒബ്ജക്റ്റീവും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു ഡബിൾ ബൂസ്റ്ററിന് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു നാഷണൽ ടീമിൻ്റെ പാക്ക് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 5 പ്ലെയർ ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവരുടെ ഒരു കൺഫ്യൂഷനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 പ്ലെയറിൽ ആരെ സൈൻ ചെയ്യണമെന്നായിരിക്കും. അത് പറഞ്ഞാൽ നമ്മുടെ ബാസ്റ്റോണി, ഗ്നാബ്രി, അതേപോലെ തന്നെ മുവാനി എന്ന് പറഞ്ഞാൽ ആ ഒരു 3 പ്ലെയറിൽ ആരെ സൈൻ ചെയ്യണമെന്നായിരിക്കും നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്ലെയർ നിങ്ങൾ സൈൻ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ബാസ്റ്റോണിനെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോർട്രസ് സ്കില്ലൊക്കെ വരുന്ന ഒരു സെൻറ്റർ ബാക്കാണ്, ബിൽഡപ്പ് പൊസിഷനാണ് വരുന്നത്. ഒരു 101 ഓവറോൾ എന്തോ പോകുമെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യും. പിന്നെ നമ്മുടെ ഫോം വരുന്നത് അൺവേവറിങ് ആണ്, അധികം ഫോം ഡൗൺ ആയി പോകത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ സൈൻ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട 2 പ്ലെയറാണ് ഗ്നാബ്രിയും മുവാനിയും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഗ്നാബ്രിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് പ്ലേയിങ് സ്റ്റൈലാണ് പുള്ളിക്ക് വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു എഡ്ജഡ് ക്രോസിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്രോസ് ഒക്കെ കൊടുത്ത് കളിക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മുവാനിയുടെ കാര്യം നോക്കാനാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു ഗോൾ പോച്ചർ കാർഡാണ്, ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ തന്നെ ഒരു ഗോൾ പോച്ചറാണ്. ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് എല്ലാവർക്കും അത്യാവശ്യം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ഈ ഒരു ഗോൾ പോച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ പോച്ചറിൽ തന്നെ ഫിനോമിനൽ ഫിനിഷിംഗ് വരുന്നുണ്ട് പുള്ളിക്ക്. ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമ്മുടെ ഡബിൾ ടച്ചും അതേപോലെ തന്നെ 1 ടച്ച് പാസ് എല്ലാം വരുന്ന ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഈ ഒരു മുവാനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 പേരിൽ നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോം തന്നെയാണ്. ആ ഒരു ഫോം നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്ത് തന്നെ ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ നോക്കുക. ഇതിൽ നമ്മുടെ ബാസ്റ്റണിക്ക് മാത്രമേ അൺവേവറിങ് ആയിട്ടുള്ള ഒരു ഫോം വരുന്നുള്ളൂ. ബാക്കി 2 പേരുടെ കാര്യം പറയാനാണെങ്കിൽ ഗ്നാബ്രിക്കാണെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് ഫോമാണ് വരുന്നത്. അതേപോലെ മുവാനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചിലപ്പോൾ ഫോമൊക്കെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നാളെ നിങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ച് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് ഏറ്റവും ടീമിന് അത്യാവശ്യമായിട്ടുള്ളൊരു പ്ലെയറിനെ തന്നെ സൈൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ആരെയാണ് സൈൻ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.